വെൽക്കം ടു മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫ് സെഷൻസ്. ഇന്ന് ഞാൻ എടുക്കാൻ വന്ന ടോപ്പിക് മൈൻഡ്ഫുൾനെസ് ഓഫ് ഇമോഷൻസ് ആൻഡ് മൈൻഡ്ഫുൾനെസ് ഓഫ് തോട്ട്സ്. പലരുടെയും പ്രശ്നം ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നമുക്ക് ഈ ഓവർ തിങ്കിങ് എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് വെച്ചുകൊണ്ട് മാറ്റാൻ പറ്റുക, അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റുക? അതിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മൈൻഡ്ഫുൾനെസ് ഓഫ് ഇമോഷൻസും മൈൻഡ്ഫുൾനെസ് ഓഫ് തോട്ട്സും മനസ്സിലാക്കിയാണ് ഈ ടെക്നിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് ഫോർ ഓവർ തിങ്കിങ്. ഒരു മനുഷ്യന് ഒരു ദിവസം 60,000-ൽ കൂടുതൽ തോട്ട്സ് കാണും. അതിൽ 90% യെസ്റ്റർഡേസ് തോട്ട്സ് ആയിരിക്കും, കഴിഞ്ഞ കാലത്തെ തോട്ട്സുകളായിരിക്കും ഉണ്ടാവും. 90% ചിലവർക്ക് ഫ്യൂച്ചറെ കുറിച്ചായിരിക്കും കൂടുതലായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താണ് തോട്ട് ഈസ് എ ഫിനോമിന എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ തോട്ടാണ് റിയാലിറ്റി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പല ആക്ഷൻസും ലൈഫിൽ എടുക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ തോട്ട് എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫിനോമിന. ഓക്കെ, അപ്പോൾ തോട്ട്സ് ആർ നോട്ട് റിയൽ. തോട്ട്സ് ഒരിക്കലും ഒരു യാഥാർത്ഥ്യമല്ല എന്ന് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു കാര്യം ചിന്തിക്കുമ്പോൾ അത് ഒരു ചിന്ത മാത്രമാണ്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നിൽക്കും നിങ്ങളുടെ തിങ്കിങ്, ചെയിൻ റിയാക്ഷൻസ് ഓഫ് തോട്ട്സിൻ്റെ. So you are training your mind always like this is just a thought, this is not reality എന്ന് നിങ്ങളെന്നും പരിശീലിപ്പിക്കുകയാണ് മനസ്സിനെ. ഓക്കെ, സോ തോട്ട്സ് ട്രിഗേഴ്സ് ഇമോഷൻസ്. തോട്ട്സ് ആണ് ഇമോഷൻസിനെ ട്രിഗർ ചെയ്യുന്നത്. ഇമോഷൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫിയർ ഉണ്ടാവും, ഭയമുള്ള ഇമോഷൻ, ആങ്കർ, ദേഷ്യം, വെറുപ്പ്, ഹാപ്പിനെസ്, സാഡ്നെസ്, അല്ലെങ്കിൽ നമുക്ക് ഹേറ്റഡ്, വെറുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഡ്, ജെലസി, ഇങ്ങനെ പല ടൈപ്പിലുള്ള ഇമോഷൻസ് നമുക്ക് ട്രിഗർ ആക്കുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സാണ്. ഓക്കെ, സോ ഈ തോട്ടിനെ കൺട്രോൾ ചെയ്താൽ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മൾ ആക്ഷനായിട്ട് വരുന്നത്. ഇപ്പോൾ ഫിയർ എന്നൊരു ഇമോഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആക്ഷനായിട്ടത് ശരീരത്തിലൂടെയോ നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് വരും. അതുപോലെ ആങ്കർ എന്ന ഇമോഷനാണ് നിങ്ങളെ വയലൻസിലേക്ക് എത്തിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ റൂട്ട് എവിടെ നിന്നാണ്? ആ തോട്ടിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് മൈൻഡിനെ ട്രെയിൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. സോ എവറി സർക്കംസ്റ്റാൻസസ്, നിങ്ങൾക്ക് ചിന്തകൾ ഉണ്ടാക്കുന്ന പല സർക്കംസ്റ്റാൻസസിൽ പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. ഒരേ കാര്യത്തിന് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷെ അത് രണ്ട് ബ്രെയിനിൻ്റെ രണ്ട് റീജിയനിലാണ് അത് വർക്കാവുന്നത്. മനസ്സിലായോ? അപ്പോൾ പോസിറ്റീവ് തോട്ട് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ഈ ഏരിയയിലുള്ള പ്രവർത്തനം ഉണ്ടെങ്കിലേ നമുക്ക് പോസിറ്റീവ് തോട്ട് വരും. ലിംബിക് സിസ്റ്റമാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഫൈറ്റ് ഫ്ലൈറ്റ് മെക്കാനിസം ആണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഭയം, ആങ്കർ, ഹേറ്റ്രഡ്, ഇതെല്ലാം അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. എമോഷണൽ മൈൻഡിൽ നിന്നാണ്, എമോഷണൽ ബ്രെയിനാണ് അത് ട്രിഗറാക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് തോട്ട് തിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിഫ്രണ്ടൽ കോർട്ടെക്സിലുള്ള ഇൻ്റലക്ച്വൽ മൈൻഡ് ആണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ മൈൻഡ് ട്രെയിനിങ് ചെയ്താലേ അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നത് ലിംബിക് സിസ്റ്റത്തിൽ നിന്നാണ്. അതായത് സർവൈവൽ ബ്രെയിനാണ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ സർവൈവൽ ബ്രെയിൻ ആണ് ഈ ഇമോഷൻസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ തിങ്കിങ്ങിനെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഈ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. തിങ്കിങ്ങിനെയാണ് നമ്മൾ ആ തോട്ട് പ്രോസസ്സിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റുന്നത്, മൈൻഡ്ഫുൾനെസ് ഓഫ് തോട്ട്സ് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്.
when you are thinking, you should be aware that you are thinking. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്താലോകത്താണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ അവെയർ ആയാൽ മതി. ആ ചിന്തയിൽ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് നോക്കൂ, അതിന്റെ കണ്ടന്റ് എന്താന്ന് നോക്കൂ, അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ ജോലിയെ കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്ന ചിന്തകൾ, ജോലിയുടെ ചിന്തകൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് തോട്ട്സ്. ജോബ് തോട്ട്സ്. ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫാമിലി തോട്ട്സ്. ഫ്രണ്ട്സിനെ കുറിച്ച് ഫ്രണ്ട്സ് തോട്ട്സ് അബൌട്ട് ഫ്രണ്ട്സ്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക തോട്ട്സിനെ. നിങ്ങൾ തോട്ടിനെ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയതും ചെയിൻ റിയാക്ഷൻ ഓഫ് തോട്ട്സ് അവിടെ നിൽക്കും. മനസ്സിലായോ? ചെയിൻ റിയാക്ഷൻസ് ഓഫ് തോട്ട്സ് അവിടെ നിൽക്കും. ബിക്കോസ് യു ആർ ബിക്കം കോൺഷ്യസ് ഓഫ് ഓൾ ദി അൺകോൺഷ്യസ് തിങ്സ് ഹാപ്പനിങ് ഇൻ യുവർ മൈൻഡ്. നിങ്ങൾ ചിന്തയിലേക്ക് നിങ്ങളുടെ ഒബ്സർവേഷൻ പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയിൻ റിയാക്ഷൻ ഓഫ് തോട്ട്സ് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എമോഷണൽ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ തോട്ട് ഉണ്ടാക്കുന്ന എമോഷൻ എന്താണെന്ന് നിങ്ങൾ നോക്കൂ, മനസ്സിലേക്ക് നോക്കൂ. എമോഷൻ നമ്മുടെ ബോഡിയിലും മൈൻഡിലും ഉണ്ടാവും. അപ്പോൾ ഒരു തോട്ട് ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ഫാമിലി തോട്ട്, ഈ ഫാമിലി തോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരഭാഗത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ നൽകുന്നു, നിങ്ങളുടെ ശ്വസനത്തിലേക്കുള്ള ശ്രദ്ധ നൽകുന്നു. മെൻ്റലി യു ആർ ലേബലിംഗ്, റൈറ്റ് നോ ഐ ആം ഫീലിംഗ് ഹാപ്പിനെസ്, റൈറ്റ് നോ ഐ ആം ഫീലിംഗ് സാഡ്നെസ്. ഈ ചിന്ത, ജോബ് ചിന്ത വരുമ്പോൾ എനിക്ക് സ്ട്രെസ്ഫുൾ തോട്ട് ഉണ്ടാവുന്നു, ഒരു ആൻസൈറ്റി തോട്ട് ഉണ്ടാവുന്നു. ആൻസൈറ്റി തോട്ട് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻസൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഹൗ ദി ആൻസൈറ്റി ഈസ് ലൈക്ക് ദിസ് ഫീൽസ്. ഐ ആം എക്സ്പീരിയൻസിങ് ആൻസൈറ്റി, ഐ ആം എക്സ്പീരിയൻസിങ് ഹാപ്പിനെസ്, ഐ ആം എക്സ്പീരിയൻസിങ് ഫിയർ. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻസിനെ നിങ്ങൾ തിരിച്ചറിയുന്നു, അതിന് നിങ്ങൾ ലേബൽ ചെയ്യുന്നു. ഐ എം എക്സ്പീരിയൻസിങ്. ഇത് അത്ര എളുപ്പമല്ല. ഇത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തിങ്കിങ് വേൾഡിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അറിയാൻ പറ്റും. നിങ്ങളുടെ ഇമോഷൻ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത് ഒബ്സർവ് ചെയ്തതും നിങ്ങളുടെ ഫിയർഫുൾ തോട്ട് വാനിഷ് ആയിട്ടുണ്ടോ മൈൻഡിൽ നിന്ന്, നിങ്ങളുടെ ഹേറ്റഡ് തോട്ട് വാനിഷ് ആയിട്ടുണ്ടാവും. ഓൾ ദ നെഗറ്റീവ് തോട്ട്സ് വാനിഷ് ആയി. നെഗറ്റീവ് തോട്ട്സ് വാനിഷ് ആയതും നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളുടെ ശരീരത്തിൽ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ആ മെഡിറ്റേഷൻ ഒന്ന് കാണിച്ചു തരാം. ശാന്തമായ ഒരു സ്ഥലത്തിരിക്കൂ. ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ നൽകൂ. എൻ്റെ ശബ്ദം, മറ്റു ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ശബ്ദങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. ചിന്തകളൊന്നുമില്ലാതെ മനസ്സ് പൂർണ്ണമായും ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നു. പതിയെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരൂ. ഇൻ ഔട്ട്, ഇൻ ഔട്ട്. നിങ്ങളുടെ മനസ്സ് ശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ഓരോ ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ഓരോ ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. അകത്തേക്ക് പോകുന്ന ശ്വാസം ശരീരത്തിന് ശാന്തമാക്കുന്നു. പുറത്തേക്ക് വരുന്ന ശ്വാസം ശരീരത്തിന് ശാന്തമാക്കുന്നു. ശ്വാസം പോകുമ്പോൾ ശ്വാസം ശാന്തമാകുന്നു.
പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന് ശാന്തമാക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരം, മനസ്സ്, ശ്വാസം ശാന്തമാണ്. പതിയെ നിങ്ങളുടെ ശ്രദ്ധ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കൂ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് ശ്രദ്ധിക്കൂ. എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് നോക്കൂ. You are welcoming all thoughts. എല്ലാ ചിന്തകളെയും നിങ്ങൾ വെൽക്കം ചെയ്യുന്നു. And you start observing your thoughts. ചിന്തകളെ നിങ്ങൾ നിരീക്ഷിക്കുന്നു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ജോലിയെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ തോട്ട് ക്ലാസിഫൈ ചെയ്യൂ. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് പഴയ കാലത്തെക്കുറിച്ചാണ്. പാസ്റ്റ് തോട്ട്. എന്താണ് ചിന്തിക്കുന്നത് അതിനെ ക്ലാസിഫൈ ചെയ്യൂ. ഈ ചിന്ത ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല എന്ന് മനസ്സിനോട് പറയൂ. ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഇമോഷൻസ് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ മൈൻഡ്ഫുൾനെസ് ഓഫ് ഇമോഷൻസ്. ചിന്തകൾ ഉണ്ടാക്കുന്നത് ഇമോഷൻസ് എന്താണെന്ന് നോക്കൂ. ചിന്തയുണ്ടാക്കുന്ന ഇമോഷൻ എന്താണെന്ന് നോക്കൂ. നിങ്ങളുടെ ശരീരത്തിലുണ്ടാവുന്ന സെൻസേഷൻസിലേക്ക് ശ്രദ്ധിക്കൂ. ഭയമുള്ള മനസ്സാണോ നോക്കൂ. അലഞ്ഞു തിരിയുന്ന മനസ്സാണോ നോക്കൂ. ഗ്രീഡി മൈൻഡാണോ നോക്കൂ. ശാന്തമായ മൈൻഡാണോ നോക്കൂ. ഹാപ്പി മൈൻഡാണോ നോക്കൂ. ശ്രദ്ധ ചിന്തകളിലേക്ക് നൽകുന്നു. ചിന്തകൾ ഉണ്ടാക്കുന്ന ഇമോഷൻസിലേക്ക് ശ്രദ്ധ നൽകുന്നു. പതിയെ ശ്രദ്ധ ഇടത്തെ കാൽപാദത്തിലേക്ക് ശ്രദ്ധ നൽകൂ. ബോഡി സെൻസേഷൻസിലേക്കാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ. ഇടത്തെ കാൽപാദത്തിലേക്ക് ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇടത്തെ കാൽപാദമാണ്. റിലാക്സ്. ഇടത്തെ കാൽമുട്ടിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ തുടഭാഗത്തേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ ഹിപ്പേരിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ കാലിപ്പോൾ പൂർണ്ണമായും വലത്തെ കാൽപാദത്തിലേക്ക് നൽകൂ. റിലാക്സ്. ഇടത്തെ കാൽമുട്ടിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ തുടയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ ഹിപ്പേരിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ കാലിപ്പോൾ പൂർണ്ണമായും റിലാക്സ് ആണ്. സ്റ്റൊമക്ക് ഏരിയയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഹൃദയഭാഗത്തേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ കൈപ്പത്തിയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ കൈമുട്ടിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ ഷോൾഡറിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ കൈ ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ്. പതിയെ ശ്രദ്ധ വലത്തെ കൈപ്പത്തിലേക്ക് നൽകൂ. റിലാക്സ്. ഇടത്തെ കൈമുട്ടിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ ഷോൾഡറിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്.
വലത്തെ കൈ ഇപ്പോൾ പൂർണ്ണമായും മുഖത്തെ പേശികളെല്ലാം റിലാക്സ് ആവട്ടെ. റിലാക്സ് യുവർ ജോസ്, റിലാക്സ് യുവർ നോസ്, റിലാക്സ് യുവർ ഐസ്, റിലാക്സ് യുവർ ഹെഡ്, റിലാക്സ് യുവർ ഇയേഴ്സ്, ചെവികൾ, റിലാക്സ് യുവർ ഹെഡ്, തലാഭാഗം. ഇപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സ്. മനസ്സ് ശാന്തമാണ്. ചിന്തകളില്ലാത്ത മനസ്സ്, വിചാരവികാരങ്ങളില്ലാത്ത മനസ്സ്, എംപ്റ്റി മൈൻഡ് ഈസ് കോൾഡ് ഹാപ്പി മൈൻഡ്. പതിയെ കണ്ണു തുറക്കൂ.